Hello guys, welcome back. It's my let's play second video. Yeah. Let's play second video എവിടെയെന്ന് എല്ലാവരും കുറേ ചോദിച്ചു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാണല്ലോ, പക്ഷേ എൻ്റെ ക്ലാസ്സിലുള്ളതിനൊക്കെ കുറേ ചോദിച്ചു ലെറ്റ്സ് പ്ലേ പാർട്ട് 2 എവിടെയാണ്. അപ്പം ഞാൻ വന്നിരിക്കുന്നു. ലെറ്റ്സ് പ്ലേ പാർട്ട് 2. സൗണ്ട് മൈക്കിൻ്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇറ്റ്സ് മീ ഡെഡ്സില്ല. ഞാൻ നമ്മുടെ ഡെഡ്സില്ലേനെ സ്കിന്ന് ചെയ്താൽ നോക്കി. സ്കിന്നൊക്കെ ചെയ്തു ഞാൻ. പക്ഷെ അപ്പോഴത്തേക്കാണ് ഒരു പ്രശ്നം പറ്റിയത്. സ്കിന്ന് നമ്മുടെ വർക്ക് ചെയ്തില്ല. ഞാൻ സ്കിന്ന് വർക്ക് ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ സ്കിന്ന് വർക്ക് ചെയ്തില്ല. നമ്മുടെ എന്ത് കഷ്ടമാണെന്ന് നോക്കണം. സ്കിന്ന് വർക്ക് ചെയ്തില്ല. ഭയങ്കര ശോകമായിരുന്നു അത്. സ്കിന്ന് വർക്കായില്ല. ദെൻ സ്കിന്ന് വർക്കായില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നു. നമ്മുടെ സ്കിന്ന് കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. പക്ഷേ വീഡിയോൻ്റെ അവസാനം ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം കാണിച്ചായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ സ്കിന്ന് മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് എടുക്കട്ടെ. പിന്നെ ഇന്ന് ലാഗ് കാണില്ല ഗൈസ്, കാരണം നമ്മളെ എല്ലാ വേണ്ടാത്ത ഫയലും എടുത്ത് ഡിലീറ്റ് അടിക്കണം നമ്മുടെ പി സിയിലെ. ദെൻ ഇറ്റ്സ് നൈസ്. നമുക്കിപ്പം മൈനിങ്ങിന് പോകണം. അതാണ് നമ്മുടെ ഈ ഡേയിലെ ഗോൾ. മൈനിങ്ങിന് പോവുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത് പഠിച്ചില്ല. പക്ഷെ എനിക്ക് വലിയ ഇൻട്രോ ഒന്നും പറയാൻ അറിയില്ല ഗൈസ്. അത് കാരണമാണ് ഇങ്ങനെ തട്ടിക്കൂട്ടി ഇൻട്രോസൊക്കെ പറയണേ. സോ ക്ഷമിക്കുക. നമുക്ക് ഇച്ചിരി നേരെ ഇനി മൈൻഡ് ചെയ്ത് തുടങ്ങാം. ഇവിടെ എൻ്റെ പിക്കാക്സ് കൺട്രോൾസൊന്നും എനിക്ക് എത്ര വലിയ ശരിയല്ല. എൻ്റെ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കാം. കൺട്രോൾസൊക്കെ പഠിച്ചു തരട്ടെ. പിന്നെ നല്ല എക്കോ ആണ് കേട്ടോ, അത് ഇച്ചിരി ക്ഷമിക്കുക. എൻ്റെ വോയിസ് അങ്ങനെയാണ്. വോയിസ് അല്ല, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന റൂമിൻ്റെ പ്രശ്നം. അത് ഇച്ചിരി എക്കോ കാണും. പിന്നെ കുറച്ച് കോള് കാണാം. പക്ഷേ ഈ മൈനിൽ നിന്ന് കോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ. എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് കോൾ എടുത്തിട്ട് വേഗം വരാം. കോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവാം. അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ പീസ് ഉണ്ടാക്കിയാലോ? അറിയത്തില്ല. ഒരു സ്റ്റാർട്ടർ പീസ് ഉണ്ടാക്കണോ, ഒരു വീടുണ്ടാക്കണോ? സ്റ്റാർട്ടർ പീസ് ഉണ്ടാക്കണോ, മൈൻ ചെയ്യണമെന്നറിയില്ല. നമുക്ക് തൽക്കാലം കുറച്ച് ഫുഡൊക്കെ എടുത്തുകൊണ്ട് അവിടെ നമ്മുടെ ബെഡ് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോവാം. ഇവിടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയമായി. പിന്നെ എൻ്റെ ഓഫ് ഹാൻഡ് ഇരിക്കണ സാധനം മട്ടനാണ്. ഷീൽഡൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. അയണിങ് കെറ്റില്ല. അയണിങ് കെറ്റ് വെച്ച് നമുക്ക് അയൺ ഉണ്ടാക്കാൻ പറ്റില്ലേ? അല്ല, കുറച്ച് ലാഗുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ വലിയ ലാഗില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. കഴിഞ്ഞ വീഡിയോ ആബ്സല്യൂട്ട് ഡിസാസ്റ്റർ ആയിരുന്നു. കുറേ ലാഗും സാധനമൊക്കെ വന്നു. നമുക്ക് അയൺ കെറ്റ് വെച്ചിട്ട് അയണോണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത്ര ഒരു ഷീൽഡിനുള്ളതായി. ഒരു ഷീൽഡിനുള്ള എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലി നമ്മുടെ ഐ വേൾഡിലെ ആദ്യത്തെ ഷീൽഡ് അങ്ങ് ഉണ്ടാക്കി കളയാം. മൗസ് ക്ലിക്കിംഗ് പോയിൻ്റ് അല്ല, മൗസ് ക്ലിക്കിംഗ് സൗണ്ട് കാണും. അത് അത്രയും കാര്യമാക്കണ്ട. അതെൻ്റെ വീഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ദെൻ അപ്പുറത്തൊരു പോപ്പ് ബാർ നിങ്ങൾ വന്നെന്നറിയില്ല. ഈ വീഡിയോയുടെ മൊത്തം എനിക്കൊരു പോപ്പ് ബാർ വന്നു. അത് നിങ്ങൾ ക്ഷമിക്കുക. തൽക്കാലം ഇത് ഓഫ് ഹാൻഡിൽ പിടിക്കാം. ഇച്ചിരി കേട്ടോ, ഇത് ഓഫ് ഹാൻഡിലോട്ട് ഇടിയാം. കുറച്ച് മീറ്റ് ചെയ്യട്ടെ. ലെറ്റ്സ് ഈറ്റ് സം മീറ്റ്. നമ്മൾ ഈ പാതി ലെറ്റ്സ് പ്ലേയിൽ ചെയ്തിട്ടുള്ള തിന്നുക, കുടിക്കുക, ഉറങ്ങുക. ഇതില്ല, വേറെ നമ്മൾ ഈ ലെറ്റ്സ് പ്ലേ ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ച് ഇനിയിപ്പം അയൺ അപ്ഗ്രേഡൊക്കെ ചെയ്യണം. അയണിലോട്ട് വലിയ ഫുഡും ഇല്ല. ആ ഫുഡ് ഇച്ചിരി ശരിയാക്കണം. ഫുഡില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കീബോർഡിൻ്റെ സൗണ്ട് കേട്ടെന്നൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോഴത്തേക്കും ഞാൻ ചെറിയ ലാഗുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. വീണ്ടും ലാഗ് വന്നു വോയിസ്. എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് കൂടുതൽ കിടക്കുമെന്ന് തോന്നുന്നു. അത് കാരണമാണ് എനിക്ക് ഇത്ര ലാഗ് എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അത് ഞാൻ അടുത്ത വീഡിയോ കുറയ്ക്കാം. എനിക്ക് ഇപ്പം കുറയ്ക്കാൻ മേല, മടിയാണ്. പിന്നെ ലാഗ് ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിന്ന് കളിച്ച് നോക്കിയപ്പോൾ ലാഗ് ഇല്ലായിരുന്നു. ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് എനിക്ക് തനിക്കല്ല. ചിക്കൻ അടിച്ചു വന്നു. അവിടെ എൻ്റെ ബാക്കി കുടുംബക്കാരോടെ. ഓക്കെ, കുടുംബക്കാർ ഹണ്ടിങ് ആണ്. പക്ഷെ ഞാൻ വലിയ ഹണ്ടറൊന്നുമില്ല കേട്ടോ. പാവം അമ്മ മരിച്ചു, നീയും അമ്മയും അച്ഛനും മരിച്ചു. നീ ചാവും. ഓക്കെ, നമ്മൾ അമ്മേനെ കൊന്നു അച്ഛനെ കൊന്നു നമ്മൾ സക്സസ്ഫുള്ളി ഒരിതായി. എനിക്കറിയില്ല ആ വേർഡ് പറഞ്ഞാൽ ബാനാവും. വെറുതെ പറഞ്ഞ ഐസ്. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളല്ല. തൽക്കാലം നമുക്ക് പോവാം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടത്തോളം നിങ്ങൾക്ക് ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ.
എനിക്ക് പിന്നെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ യൂട്യൂബിൽ, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ കാണുന്ന ആദ്യ ആൾക്കാർ വിചാരിക്കും ഈ എപ്പിസോഡിൽ ഞാൻ കൂടുതലും മൈൻക്രാഫ്റ്റിനെ കുറിച്ചല്ല എൻ്റെ ജീവിതകഥയാണ് പറയുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത്ര നേരം പറയാത്തൊരു സാധനം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അവസാനം ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പം പോവാം. പംകിൻ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് പംകിൻ കണ്ട അടുത്ത് വല്ല വില്ലേജും കാണാൻ ചാൻസ് ഉണ്ടോ എന്ന്. അത് വെറുതെ ആണോ, അത് മിത്താണോ, അതോ നല്ല റിയലാണെന്ന് പറയാൻ അത് കമൻറ്റ് ചെയ്യാം. ഓഫ് എന്തിലാകടാ ഇതിലാകും. മിക്കപ്പോഴും ഞാൻ ഈ PC എടുത്തപോലെ കുപ്പത്തൊട്ട് കയറേണ്ടി വരും. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ്. കാരണം ഇത് ഭയങ്കര ലാഗായിട്ടുണ്ട്. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലാഗും ഇല്ല, റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ലാഗ്. ഫൈനലി നമ്മുടെ സ്ഥലത്ത് റിവ്യൂവിനെത്തി. താഴെ എത്താൻ ഡെത്ത് ഉറപ്പാ, കീപ്പ് ഇൻവെൻട്രി ഇല്ല. കാരണം നമുക്ക് പയ്യെ മൈൻ ചെയ്ത് പോവാം. അവിടെ കുറച്ച് കോള് നമ്മൾ കാണുന്നുണ്ട്, കോൾ എടുക്കാം. വെയിറ്റ് നമ്മൾ ആദ്യം നമ്മുടെ പിക്കാക്സ് എടുക്കുക. അറിയാതെ ഇൻവെൻട്രിയിലൊക്കെ പിടിച്ചേക്കുന്നത്. എൻ്റെ കൺട്രോൾ എന്താണ് ആ മെനു നമ്മൾ നോക്കാൻ ഇത് മൈൻഡ് ചെയ്യാം. അത് എവിടെയായിട്ടാണ് കോള്, ആ സൈഡായിട്ട് വരില്ല കോള്. നമ്മളിന്ന് ക്യാമറ ആംഗിൾ മാറ്റട്ടെ, കോൾ വന്നിട്ട് അവിടെ നോക്കട്ടെ. ആ ക്യാമറ മതി, കോൾ. ഓക്കെ, കോൾ അവിടെ ആയിട്ട് വരും. സീൻ തന്നെയല്ലേ എൻ്റെ ലുക്ക്, സീനല്ലേ എൻ്റെ ഈ സ്റ്റൈലിനൊത്ത ഫിഗറല്ലേ, ഞാൻ ഭയങ്കര ലുക്കല്ലേ ഗൈസ്. എനിക്ക് കണ്ടിട്ട് എന്താ കേട്ടോ ഒന്ന് വെറുതെ കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അയ്യോ, ഞാൻ വിളിച്ച് ചത്തുപോയെന്ന്. ഞാൻ എൻ്റെ താഴെ വശം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം താഴെ വീണ് വടിയാവുമെന്ന്. കഴിഞ്ഞ ഡെത്ത്, പക്ഷെ നമുക്കിന്നും കുത്തരിയല്ല, കാരണം കഴിഞ്ഞൊരു ഡെത്ത് ഉണ്ടായിരുന്നു. അത് നിങ്ങളെൻ്റെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും എൻ്റെ ആദ്യത്തെ ഡെത്ത്. പിന്നെ ഈ വീഡിയോ എനിക്ക് എന്താണ് റെക്കോർഡ് ചെയ്ത ആ ദിവസം തന്നെ വരുമെന്ന് അറിയില്ല. ചിലപ്പോൾ പ്രോബബ്ലി ഒരു ഇന്ന് ട്യൂസ്ഡേ അല്ലേ, പ്രോബബ്ലി വെനസ്ഡേ ആയിരിക്കും വീഡിയോ ഇറങ്ങുന്നത്, അറിയത്തില്ല. കാരണം എഡിറ്റിങ് സാധനങ്ങൾ. പിക്കാക്സ് കിട്ടി, ശുഭം കറക്റ്റ് കോളെത്തിയപ്പോൾ പിക്കാക്സ് കിട്ടിപ്പോയി. ഞാൻ ട്രാപ്ഡായെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി ഇവിടെ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചു. ഇവിടെ ഇതെന്തിലാകണത്, കോബിൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് കേട്ടെ മൈൻ തിരിച്ചു പോകാൻ നേരത്തെ ഈ സാധനം കൊത്തിയെടുത്തോണ്ട് പോകാൻ നോക്കാം. നമ്മുടെ അയൺ പിക്കാക്സ് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാറില്ല. കാരണം സാധനം എനിക്ക് ഫസ്റ്റ് ഡയമണ്ട് എനിക്ക് അത് വെച്ച് മൈൻഡ് ചെയ്യണം. എന്നിട്ട് അത് ഞാൻ ഒരു വീഡിയോ വെക്കും. കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണേ. കുറച്ച് കോള് കിട്ടി. ഇന്ന് നമുക്ക് അന്തി ഉറങ്ങാം. ഇവിടെ ഒരു കുഴി കുത്തി. നമ്മുടെ ബെഡ് എവിടെ, സീഡൊക്കെ എടുത്ത് കാട്ടിക്കളവോ. ബെഡ് പ്ലേസ് ചെയ്യുക. ശുഭദിനങ്ങൾ, ഗുഡ് നൈറ്റ്. ഇതൊക്കെ എന്താ ശുഭദിനം. നമ്മളങ്ങനെ ഉറങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. തിരിച്ച് നമുക്ക് നമ്മുടെ പണിയിലോട്ട് കിടക്കാം. ക്ലച്ച് എടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലച്ച് എടുത്ത് എൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ മനസ്സിലായിട്ട് ഇത് ക്ലച്ച് എടുക്കേണ്ടത് ആവില്ല. ഒരു കേവിലെത്തിയിട്ടുണ്ട്. ഞാൻ കീപ്പ് ഇൻവെൻട്രി ഓൺ ആക്കണമെന്ന് ചെറിയ ഡൗട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും വലിയ സ്കില്ലൊന്നും ഇല്ല ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ. വേണ്ട, ചാവും, വേണ്ട, ഒട്ടും വേണ്ട. ഒരു ബ്ലോക്ക് ഇട്ട് നിൽക്കാൻ പറ്റുക കൊള്ളായിരുന്നു. ഇത് ഈ ബ്ലോക്കിൽ നിൽക്കാൻ പറ്റുക. ഇവിടെ ഒറ്റ ബ്ലോക്കായിട്ടില്ലേ, ഇങ്ങനെ ഒഴുകി പോവാണോ? നമുക്ക് ഒരു ബ്ലോക്കിൽ കയറി നിൽക്കാൻ പറ്റില്ല. വി ആർ ട്രാപ്ഡ് ഐ തിങ്ക്. കാരണം എൻ്റെ കയ്യിൽ ഫുഡില്ല. ആ സോംബി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഷീൽഡ് ഈസ് ദി ബെസ്റ്റ്. ഓ യോ വൈ ഹെൽന ഞാൻ വുഡ് വിൻ. ചത്തടാ, സാധനം എല്ലാം പോയടാ. അയ്യോ, ഇനി ഞാൻ തിരിച്ചെങ്ങനെ പോകും ഗൈസ്? ഒരു കാര്യം പറയട്ടെ, ദിസ് ഈസ് ദ മൊമെൻ്റ് ഐ റിയലൈസ് ഇതെന്താണ് പറ്റിയ ഗൈസ്? നമ്മളെ ടൂൾസൊക്കെ പോയിട്ടുണ്ട്. അപ്പം ശുഭദിനം.
നമ്മളപ്പോൾ ആദ്യം തൊട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം കോർഡിനേറ്റ്സ് പോലും ഓണല്ല. എന്ത് ഇതാണ്. പക്ഷെ നമ്മുടെ 2 ഡേയ്സ് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഗോളെന്ന് പറഞ്ഞ സർവൈവൽ വേൾഡിൽ ഒന്നെങ്കിൽ എൻ്റർ ഡ്രാഗൺ അടിക്കാറ്റെന്നറിയില്ല, ഫുൾ നെതറൈറ്റ് ആർമർ അതാക്കാം നമ്മുടെ ഈ സർവൈവലിൻ്റെ ഗോള്, ഫുൾ നെതറൈറ്റ് ആർമർ. പിന്നെ നമ്മളൊരു ഷോർട്ട് ഇറക്കിയില്ലായിരുന്നോ, എന്തായിരുന്നു സർവൈവിങ് മോഡ്. സർവൈവിങ് മോഡിൽ ഞാൻ എൻ്റെ ഗോള് പറഞ്ഞില്ലായിരുന്നു. അത് നിങ്ങളൊക്കെ ക്ഷമിക്കാൻ, ഗോള് പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. ഗോള് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനത്തെ ഗോള് 2.5 മിനിറ്റ് ആ മോർസിൻ്റെ അടികൊള്ള ചാവാനായിരുന്നു. സക്സസ്ഫുള്ളി നമ്മളത് ഫെയിൽഡായി, അത് വേറെ കാര്യം. എന്നിട്ട് ഇപ്പം നമ്മൾ ഈ ലെറ്റ്സ് പ്ലേ ഞാൻ അതിൻ്റെ 2ാമത്തെ പാർട്ട് ഇറക്കുന്നതായിരിക്കും, ഉറപ്പാണ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഇനി വീഡിയോ ആയിട്ട് ഇറക്കണമെങ്കിൽ നിങ്ങൾ ആ മോഡ് വീഡിയോ ഒക്കെ ഇട്ട് ഇറക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മിക്കപ്പോഴും എപ്പിസോഡ് ഇവിടെ നിൽക്കുമായിരിക്കും, എനിക്കറിയില്ല. ഇനി എല്ലാം ഞാൻ ഒന്നും കൂടെ തുടങ്ങേണ്ടി വരും ഗൈസ്. എന്താണ് എങ്ങനെയൊക്കെ നമുക്കൊരു അയൺ പിക്കാക്സ് കിട്ടിയതാണ് കഷ്ടപ്പെടാതെ, അത് പോയി കിട്ടി, സമാധാനം. നമ്മൾ അവസാനം എൻ്റെ തിരുമോന്ത കാണിച്ച് നിർത്താൻ പോകുന്ന ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഗിയർ പീസൊക്കെ ആയിട്ട് പിന്നെ സെറ്റായി വരാൻ നോക്കും. ഫസ്റ്റ് ഡെത്ത് നമ്മുടെ ഈ സാധനം വരിക്കും. നിങ്ങൾക്ക് കീപ്പിനോണ്ടറി ഇല്ലാതെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കീപ്പിനോണ്ടറി വേണമെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇറ്റ്സ് മീ ഡേർട്സ് ഇല്ല. ചത്തു ഗൈസ്, ബൈ ബൈ.